ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് കുമ്പളങ്ങയും 1 കപ്പ് മത്തനും മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, കഷ്ണം വേവാൻ ആവശ്യമുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ചതച്ച മുളക്, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പുളിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ, 2 കപ്പ് വെള്ളം. എന്നിട്ട് ഈ കഷ്ണം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ആ കഷ്ണം വേവുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് റെഡിയാക്കി വയ്ക്കാം. ഒരു അരമുറി നാളികേരം, അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് നന്നായി അരച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് തൈര്, കുറച്ച് പുളിയുള്ള തൈര് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. 1/2 കപ്പ് തൈര് കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കുക. കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ നാളികേരത്തിൻ്റെ അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. നാളികേരം ഒഴിച്ചിട്ട് അധികം തിളച്ച് വരേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ അടുപ്പ് നമുക്ക് ഓഫ് ചെയ്തിടാം. തിളച്ച് തൂവി പോകേണ്ട കാര്യമില്ല. ഈ സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇതിലൊഴിക്കേണ്ടത്. ഒരു കഷ്ണം ശർക്കര കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് പുളി, എരിവ്, മധുരം എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരു കറിയാണിത്. അടുപ്പ് ഓഫ് ചെയ്തിടാം. രസകാളനിലേക്ക് നമുക്കൊരു താളിപ്പ് റെഡിയാക്കാം. അതിനായി 2 ടീസ്പൂൺ നെയ്യ്. നെയ്യൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഈ സമയം കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന മുളകിൽ നിന്നും 1/2 ടീസ്പൂൺ മുളക് അതുകൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു രസകാളൻ റെഡി. ഒരു മെഴുക്ക് വരട്ടിയോ പപ്പടോ ഒക്കെ ചേർത്ത് കഴിക്കാം.